ഞാൻ വീട്ടിലുള്ള ചെടികളൊക്കെ ഒന്ന് നനച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് അതിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കവർ കിട്ടുന്നത്. എന്നെ കവർ എടുത്തിട്ട് മുകളിൽ ഒരു തുറന്നു നോക്കിയപ്പോഴാണ് നല്ല മുരിഞ്ഞ പൊറോട്ട എനിക്ക് കിട്ടിയത്. ആ സമയത്താണ് വീട്ടിൽ ബീഫ് കറി എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ആ ഒരു സമയത്താണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായി മാറിയ നമ്മുടെ കിഴിപ്പൊറോട്ട ഉണ്ടാക്കണ കേസ് എനിക്ക് ഓർമ്മ വന്നത്. അത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് വാഴയാണ്. സോ നമ്മുടെ വാഴല ഇവിടെ കിട്ടിയിട്ടുണ്ട്. വാഴല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കണം ഗായ്സ്. അപ്പൊ നമ്മുടെ വാഴയിലൊക്കെ നമ്മളിങ്ങനെ ആട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കാം. കിഴി പൊറോട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് അടിച്ചോളാം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ. എന്നിട്ട് ദയിരിക്കണം നമ്മുടെ കറി എടുത്തിട്ട് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. അടുത്തൊരു പൊറോട്ട വയ്ക്കുക, ഒഴിച്ചു കൊടുക്കുക. വാഴല ഇതുപോലെ ഇങ്ങനെ മടക്കുക. ഒരു വള്ളി എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം. അപ്പൊ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. സോ അതിലേക്ക് നമ്മുടെ ഈ കിഴിപ്പൊറോട്ട ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചൂടാക്കണം. ഒന്ന് മറച്ചിട്ട് കൊടുക്കുക ഗായ്സ്. അപ്പൊ നമ്മുടെ കിഴിപ്പൊറോട്ട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. കിടിലം മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൊറോട്ടയൊക്കെ എൻ്റെ ഉള്ളിൽ കുതിർന്ന് എൻ്റെ അമ്മോനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കിയ കാര്യം പറഞ്ഞല്ല, ഇടില്ല